ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ മോർണിംഗ് ടീ നിങ്ങളോട് സയൻസാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ എല്ലാവരും ഉറക്കമെണീറ്റ് പല്ലൊക്കെ തേച്ച് വൃത്തിയായൊക്കെ വന്നിരുന്ന് ഒരു ചായ കുടിക്കുമ്പോൾ അതൊരു ചെറിയ ചായ ആണെങ്കിലും അതിനോടൊപ്പം നിങ്ങൾ ഈ കാണുന്ന കാഴ്ച നിങ്ങൾക്കൊരു വലിയൊരു അറിവ് സമ്മാനിക്കട്ടെ, അങ്ങനെ സമ്മാനിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഹാജാസ് ക്ലാസ്സസിലെ മോർണിംഗ് ടീ നമ്മൾ തയ്യാറാക്കുന്നത്. ഈ മോർണിംഗ് ടീയിലൂടെ കിട്ടുന്ന രാവിലെ ഒരു അറിവ് കിട്ടിയാൽ അറിവ് ഭ്രാന്താകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അതില്ലാതെ പറ്റില്ലെന്നുള്ളതാണ്. മോർണിംഗ് ടീ നമുക്കില്ലാതെ പറ്റില്ല എന്ന് ചില ആൾക്കാരുണ്ട്. ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ല. രാവിലെ ഒരു ചായ നിർബന്ധമാണ്. അതേപോലെ ഈ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങൾ വളരെ നിർബന്ധമാണ്. അവർക്ക് അറിവ് നിർബന്ധമാണ്. അറിവില്ലാതെ അവർ ചിലപ്പോൾ ലോകത്തിൽ ഒരുവിധമായ മാറ്റങ്ങളും വരുത്താനൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ലായിരിക്കാം. പക്ഷേ അവർക്ക് അറിവുകൾ കിട്ടിയേ പറ്റൂ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്നതാണ് നമ്മുടെ ആഗ്രഹം. ഇത് പൂവണിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ഭാഗമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മോർണിംഗ് ടീയിലൂടെ തയ്യാറാക്കി തരുന്നത്. കടുപ്പം കൂടിക്കൂടി വരുന്നുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. സാധാരണ 3 റോസ് എന്ന് പറയുന്ന ഒരു തേയിലയുടെ പ്രത്യേകത ഇച്ചിരി മതി, കടുപ്പം അസാധ്യമായിരിക്കും. മറ്റുള്ള തേയിലയെക്കാളുമൊക്കെ AVT അല്ലെങ്കിൽ മറ്റുള്ള AVTക്കോ അല്ലെങ്കിൽ ഈ 3 റോസിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഇച്ചിരി ഇട്ടാൽ മതി. പക്ഷെ വിലയും കൂടുതലാണ്. നമ്മുടെ മോർണിംഗ് ടീയും 3 റോസ് പോലെ ആവട്ടെ. നമുക്ക് നോക്കാം. ഇന്ന് നമ്മുടെ മോർണിംഗ് ടീയിൽ നമ്മൾ ആദ്യം സംസാരിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ചാണ്. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, PSC പരീക്ഷകളിൽ ചോദിക്കാറുള്ളൊരു ഭാഗം. മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹോമോ സാപ്പിയൻസ് എന്നാണ്. എന്നെ ഒന്ന് നേരെ നോക്കിയാൽ എനിക്ക് എന്തോ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത് പോലെ മനുഷ്യനെ ഒന്ന് നേരെ നോക്കിയാൽ ഇത് ചില വിഭാഗത്തിൽ ഇന്നും കുരങ്ങ് വർഗത്തിൽ കാണപ്പെടുന്ന ചില സ്പീഷീസുകളുമായി ബന്ധമുണ്ട്, ഒരു സാമ്യതയുണ്ട് എന്ന് നമുക്ക് അറിയാം. മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ് എന്നാണ്. മനുഷ്യൻ്റെ ഏറ്റവും പുരാതനമായ വർഗമാണ് രാമാപിത്തിക്കൻസ്. മനുഷ്യൻ്റെ ഏറ്റവും പഴയ വർഗം രാമാപിത്തിക്കൻസ്. മനുഷ്യൻ എവിടെ നിന്നാണ് ഉദ്ഭവിച്ചത്? ഭൂമിയിൽ മനുഷ്യൻ ഉദ്ഭവിച്ചത് എവിടെ നിന്നാണ്? ആഫ്രിക്കയിൽ നിന്നാണ്. മനുഷ്യൻ ഉദ്ഭവിച്ച ഭൂഖണ്ഡം ഏതാണ്? ഏത് കോണ്ടിനെന്റിൽ നിന്നാണ് മനുഷ്യൻ ഉദ്ഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം ആഫ്രിക്കയിൽ നിന്നാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം, സയൻറ്റിഫിക് നെയിം ഓഫ് ഹ്യൂമൻ എന്താണെന്ന് ചോദിച്ചാൽ ഹോമോ സാപ്പിയൻസ്. മനുഷ്യൻ്റെ പുരാതന വർഗമാണ് രാമാപിത്തിക്കൻസ്. മനുഷ്യവർഗം ഉദ്ഭവിച്ച ഭൂഖണ്ഡമാണ് ആഫ്രിക്കയിൽ നിന്നാണ് ഉദ്ഭവിച്ചത്. മനുഷ്യൻ്റെ ഉൽപ്പത്തി ഒരു പഠനശാഖയാണ്. മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് ആന്ത്രപ്പോജെനിസിസ്. മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും ബുദ്ധിയുള്ള, ഇത്രയും വിവേകശക്തിയുള്ള, ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കാൻ കഴിയുന്ന, ടെക്നോളജികളെല്ലാം ആധുനികവൽക്കരിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് മനുഷ്യരെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെ ഉദ്ഭവിച്ചു? ആ ഉദ്ഭവത്തെക്കുറിച്ചുള്ള പഠനശാഖയെ വിളിക്കുന്ന പേരാണ് ആന്ത്രപ്പോജെനിസിസ് എന്ന്. മനുഷ്യൻ ഉൾപ്പെടുന്ന, മനുഷ്യനെ പോലെ തോന്നിപ്പിക്കുന്ന ജന്തു വിഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർഡേറ്റുകൾ, നട്ടലുള്ളവർ. മനുഷ്യൻ ഉൾപ്പെടുന്ന കോർഡേറ്റുമുണ്ട്, നോൺ കോർഡേറ്റുമുണ്ട്. കോർഡേറ്റ് നമുക്കൊരു നട്ടലുണ്ട്, കോർഡേറ്റ വിഭാഗത്തിലാണ് നമ്മളുള്ളത്. കോർഡേറ്റ നട്ടലുള്ളവർ. ആകാശത്തിലും ബുദ്ധിശക്തിയിലും ആധുനിക മനുഷ്യനോട് വളരെ സാദൃശ്യമുണ്ടായിരുന്ന മനുഷ്യവിഭാഗമാണ്. നമ്മുടെ ആകാരവടിവ്, നമ്മുടെ രൂപത്തിലും നമ്മുടെ ബുദ്ധിശക്തിയിലും ഇന്ന് കാണുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ള ആധുനിക മനുഷ്യനോട് ഏറെ സാമ്യത പുലർത്തിയിരുന്ന ഒരു മനുഷ്യവിഭാഗമാണ് ക്രോമാഗ്നൻ എന്ന് ഫ്രാൻസിലുണ്ടായിരുന്ന ക്രോമാഗ്നൻ എന്ന് പറയുന്ന വിഭാഗക്കാരെ നോക്കിയാൽ ഇന്നത്തെ മനുഷ്യനാണോ എന്ന് തോന്നിപ്പോകും. നിയാണ്ടർത്താൾ എന്ന് പറയുന്ന മനുഷ്യ വർഗമുണ്ട്.
ഇത് എവിടെ നിന്നാണ് ആവിർഭവിച്ചതെന്ന് ചോദിച്ചാൽ ജർമ്മനിയിൽ നിന്നാണ്. ക്രോമാഗ്നൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ, ഫ്രാൻസിലാണ്, ജർമ്മനിയിലാണ് നിയാൻഡർത്താൾ മനുഷ്യവിഭാഗം. നിയാൻഡർത്താൾ എന്ന് പറയുന്ന മനുഷ്യവിഭാഗം ആവിർഭവിച്ച സ്ഥലമാണ് ജർമ്മനി. ജർമ്മനി ജർമ്മനി ഓക്കെ. മനുഷ്യവർഗത്തിലെ പ്രധാനപ്പെട്ട വംശങ്ങളാണ് ഒന്ന് നീഗ്രോയിഡ്, ദാ ഇവിടെ കാണാം, കറുത്ത വർഗത്തിൽപ്പെട്ട ആൾക്കാർ. രണ്ട് മംഗളോയിഡ്. മംഗളോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വടക്കൻ സംസ്ഥാനങ്ങളിൽ ചില ഈ ജപ്പാൻകാരെ പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അതാണ് മംഗളോയിഡ്. പിന്നെ കോക്കസോയിഡ്, സായിപ്പന്മാർ, കോക്കസോയിഡ് യൂറോപ്പിലൊക്കെ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ ഉൾപ്പെടുന്ന അതാണ് മംഗളോയിഡ്. ഈ ജപ്പാൻ, ചൈന, അവിടുത്തെ ആൾക്കാരൊക്കെ നോക്കിയാൽ ഒരു സാമ്യത നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഫിലിപ്പീൻസ് എന്ന് പറയുന്ന രാജ്യത്ത്, ഇന്തോനേഷ്യ, അവിടെയൊക്കെ ഒരു 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 സാമ്യതയുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക്. അതാണ് ആ അത് മനുഷ്യർ 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ്. ഒന്ന് നീഗ്രോയിഡ് ഉണ്ട്. നമ്മളിപ്പോൾ നമീബിയ, പെറു, നൈജീരിയ, ആ രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ, എത്യോപ്യ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ ആഫ്രിക്കൻ നീഗ്രോയിഡ് വർഗത്തിൽപ്പെട്ട മനുഷ്യരെയാണ് കാണാൻ കഴിയുക. എന്നാൽ ഈ പറയുന്ന ജപ്പാൻ, ചൈന, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, അവിടെയൊക്കെ ആണെങ്കിൽ മംഗളോയിഡ് വർഗത്തിൽപ്പെട്ട ആൾക്കാരെ കാണാൻ പറ്റും. യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളിൽ കോക്കസോയിഡ് വർഗത്തിൽപ്പെട്ട ആൾക്കാരെ, കോക്കസോയിഡ് എന്ന് പറഞ്ഞാൽ മദാമമാരെ പോലെയൊക്കെ ഇരിക്കും, സായിപ്പന്മാരെ പോലെയൊക്കെ. യൂറോപ്യന്മാർ ഉൾപ്പെടുന്ന മനുഷ്യവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ കോക്കസോയിഡ്. അപ്പോൾ പ്രധാനപ്പെട്ട 3 മനുഷ്യവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? നീഗ്രോയിഡ്, മംഗളോയിഡ്, കോക്കസോയിഡ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്ത് നമുക്ക് കേൾക്കേണ്ടത്, നീഗ്രോയിഡ് വംശക്കാർ എവിടെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് നീഗ്രോയിഡ്. മനുഷ്യവർഗം തന്നെ ഉടലെടുക്കുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്, ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നിന്നാണ്. അവിടെയുള്ള മനുഷ്യവർഗമാണ് നീഗ്രോയിഡ് വംശക്കാർ. ഇന്ത്യയിൽ നീഗ്രോയിഡ് വംശജർ ഉണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ പോയാൽ, ഇന്ത്യയുടെ ഭാഗമാണല്ലോ ആൻഡമാൻ നിക്കോബാർ, അവിടെ നീഗ്രോയിഡ് വർഗ്ഗക്കാരുണ്ട്. മംഗളോയിഡ് വർഗ്ഗക്കാർ കൂടുതലായി കാണപ്പെടുന്നത് ചൈന, ജപ്പാൻ, കൊറിയ, മംഗോളിയയിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റാണ്. ഈ മംഗളോയിഡ് വർഗ്ഗക്കാർ മംഗോളിയയിലും ഈ പറയുന്ന കൊറിയയിലൊക്കെ, കൊറിയൻ ആൾക്കാരെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവിടെയൊക്കെ ഈ ഒരു വർഗത്തിൽപ്പെട്ട ആൾക്കാരാണുള്ളത്. ഇന്ത്യയിൽ മംഗളോയിഡ് വർഗ്ഗക്കാർ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ട്. ത്രിപുര, സിക്കിം, അസം, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മംഗളോയിഡ് വംശജർ കൂടുതലായി കാണപ്പെടുന്നു എന്നതാണ്. ഓക്കെ, ഇത് പരിചയപ്പെടുത്തുന്ന ഒരു ക്ലാസ്സാണ്. ഒരു മനുഷ്യൻ്റെ ശരീരം നിർമ്മിക്കാൻ ഏറ്റവും അനിവാര്യമായ മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ഇതിനെയാണ് നമ്മൾ സാധാരണയായി പ്രോട്ടീൻ എന്ന് പറയുക. പ്രോട്ടീനിൽ കാണപ്പെടുന്ന മൂലകങ്ങളാണ്. മനുഷ്യ ശരീരം നിർമ്മിതമാകുന്ന മൂലക സംയുക്തങ്ങളാണ്, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തെ നിർമ്മിക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഇവ. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അകത്ത് എത്രയാണ് ടെമ്പറേച്ചർ? 37 ഡിഗ്രി എന്ന് നമ്മൾ പറയുമെങ്കിലും 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ് കൃത്യമായ ഉത്തരം. എന്നാൽ ഈ ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ ഫാരൻഹീറ്റിലോട്ട് മാറ്റുമ്പോൾ അവിടെ ഒരു ഫോർമുല കഴിഞ്ഞ മോർണിംഗ് ടീയിൽ ഊഷ്മാവ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പറഞ്ഞു തന്നു. അവിടെ നമ്മൾ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് മാറ്റാൻ ഞാൻ പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ അത് ഈ 36.9 98.4 ഡിഗ്രി ഫാരൻഹീറ്റായി മാറും. കെൽവിനിലോട്ട് മാറ്റുമ്പോൾ, ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റുമ്പോൾ 273.15 കൂട്ടുമ്പോൾ അത് 310 കെൽവിനായി മാറും. ആരോഗ്യമുള്ള ഒരാളിന്, ഒരു വ്യക്തിക്ക്, അയാളുടെ ഹൃദയമിടിപ്പ്, ഹാർട്ട് ബീറ്റ് 1 മിനിറ്റിൽ 72 തവണയാണ്. സ്ത്രീകളിലും പുരുഷന്മാരിലും ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ കോമൺലി 72 ടൈംസ് പെർ മിനിറ്റ്. ഇനി നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് ഫിസിയോളജി. മിനിറ്റിൽ 72 തവണയാണ് ആരോഗ്യമുള്ള ഒരാളിൻ്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. ശാരീരിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് ഫിസിയോളജി. ഇനി ഒരാളുടെ ബാഹ്യമായ രൂപത്തെക്കുറിച്ചുള്ള പഠനം, അതിനെ വിളിക്കുന്ന പേരാണ് മോർഫോളജി. ഒരു ആളുടെ എക്സ്റ്റേണൽ സ്ട്രക്ചറിനെ കുറിച്ചുള്ള സ്റ്റഡിയെ വിളിക്കുന്ന പേരാണ് മോർഫോളജി. ഒരാളുടെ
ഇന്റേണൽ ഓർഗൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ് അനാട്ടമി, മോർഫോളജി, അനാട്ടമി. MBBSന്റെ ഫസ്റ്റ് ഇയറിലെ പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളാണ് മോർഫോളജി, ഫിസിയോളജി, അനാട്ടമി, ബയോകെമിസ്ട്രി. അനാട്ടമി ഇന്റേണൽ ഓർഗൻസിനെ കുറിച്ചും ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ബോഡിയെ കുറിച്ചും അവിടെ പഠിക്കും. മനുഷ്യൻ്റെ ഗർഭകാലം 270 മുതൽ 280 ദിവസമാണ്. ഏകദേശം 10 മാസം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ 9 മാസം അതൊക്കെ തന്നെ. അപ്പം മനുഷ്യൻ്റെ ഗർഭകാലം പോലെയല്ല മറ്റു ജീവികളിലെ ഗർഭകാലം. മനുഷ്യൻ്റെ ഗർഭകാലം കറക്റ്റായിട്ട് പഠിക്കണം. 270 മുതൽ 280 ഡേയ്സ് ആണ്. മനുഷ്യൻ ഈ ലോകത്ത്, ഭൂമി ലോകത്തുണ്ടായ വ്യത്യസ്തമായ ജീവജാലങ്ങളിൽ ഏറ്റവും ഇൻ്റലിജൻ്റായ ഒരു ജീവവർഗമാണ്. ബുദ്ധിക്ഷമത നിർണ്ണയിക്കുന്ന, ബുദ്ധി ഉള്ള ആളാണ്. ഈ മനുഷ്യൻ്റെ ബുദ്ധിക്ഷമത നിർണ്ണയിക്കുന്ന യൂണിറ്റാണ് ഇൻ്റലിജൻസ് കോഷ്യൻ്റ്, അല്ലെങ്കിൽ IQ എന്ന് പറയും. IQ വെച്ചാണ് എൻ്റെയും നിങ്ങളുടെയും ബുദ്ധി അളക്കുന്നത്. IQ ആദ്യമായി അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ആൽബർട്ട് ബിനെ ആണ്. അത് ഫ്രാൻസുകാരനാണ്. അദ്ദേഹമാണ് IQ ആദ്യമായി അവതരിപ്പിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം അവൻ്റെ സ്കിന്നാണ്. അതിൻ്റെ pH ഏകദേശം 5.5 ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവ സ്കിന്നാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും വലിയ ഇന്റേണൽ ഓർഗൻ അവൻ്റെ കരളാണ്, അവൻ്റെ ലിവറാണ്. മനുഷ്യ ശരീരത്തിലെ മാലിന്യ സംസ്കരണശാല എന്നാണ് ഈ ഒരു അവയവത്തെ അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം എന്നറിയപ്പെടുന്നത് അവൻ്റെ പീനിയൽ ഗ്ലാൻഡ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം പീനിയൽ ഗ്ലാൻഡ് ആണ്. ഏറ്റവും വലിയ അവയവം നമ്മൾ പറഞ്ഞു ത്വക്കാണ്. ഏറ്റവും വലിയ ഇന്റേണൽ ഓർഗൻ കരളാണ്. എന്നാൽ മനുഷ്യനിൽ എത്ര വൃക്കകളാണുള്ളത്? 2 വൃക്കകളാണ് മനുഷ്യൻ്റെ ശരീരത്തിലുള്ളത്. വൃക്കയുടെ പ്രധാനപ്പെട്ട ജോലി യൂറിയ എന്ന ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യത്തെ നീക്കം ചെയ്യുക എന്നതാണ്. 2, ശരീരത്തിൽ ജലത്തിൻ്റെ അംശം നിലനിർത്തുക എന്നതും വൃക്കയുടെ ജോലിയാണ്. മനുഷ്യൻ്റെ ക്രോമസോമുകളുടെ എണ്ണം 23 പേരാണ്. 23 ജോഡിയാണ് മനുഷ്യൻ്റെ ക്രോമസോമുകളുടെ എണ്ണം. മനുഷ്യനിൽ മസിലുകൾ 639 പേശികൾ, മസിലുകളുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തുവാണ് പല്ലിൻ്റെ ഇനാമൽ എന്ന് പറയുന്ന വസ്തു. ഇത് കാൽഷ്യം കൂടി അടങ്ങിയിരിക്കുന്ന, ആ കാൽഷ്യം എന്ന മൂലകം അടങ്ങിയ ഒരു പദാർത്ഥമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള ഭാഗം പല്ലിൻ്റെ ഇനാമലാണ്. പല്ലിൻ്റെ ഇനാമലിനെ ദ്രവിപ്പിക്കാൻ കഴിയുന്ന ഒരു ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്കിലും ഒരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട്, ഫോസ്ഫോറിക് ആസിഡ്. ഓക്കെ, ഇനി നമുക്ക് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം, മനുഷ്യ ശരീരത്തിൽ 65% അടങ്ങിയിരിക്കുന്ന ഒരു മൂലകമുണ്ട്. ആ മൂലകത്തിൻ്റെ പേരാണ് ഓക്സിജൻ. ദ മോസ്റ്റ് അബുണ്ടന്റ് എലമെന്റ് പ്രസന്റ് ഇൻ ഹ്യൂമൻ ബോഡി, ദാറ്റ് ഈസ് ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ എങ്കിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ലോഹമാണ് കാൽസ്യം. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ എത്രയാണ്? നേരത്തെ നമ്മൾ 639 മസിലുകളുടെ പേരാണ് പറഞ്ഞതെങ്കിൽ അസ്ഥികളുടെ എണ്ണം 206, എല്ലുകളുടെ എണ്ണം, നമ്പർ ഓഫ് ബോൺസ് പ്രസന്റ് ഇൻ ഹ്യൂമൻ ബോഡി 206, 206 ബോണുകളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. കണ്ണ്, ത്വക്ക്, ചെവി, നാക്ക്, മൂക്ക്, ഇതാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, ത്വക്ക്, നാക്ക്, മൂക്ക്, ചെവി, ഇതാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഈ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന ഒരു ചെറിയ അറിവ് കൂടി നിങ്ങൾക്ക് നൽകുന്നു. ചെറിയ ചായ, വലിയ അറിവ്. നമുക്ക് വീണ്ടും കാണാം. ഈ ചായയുടെ കടുപ്പം നിങ്ങളുടെ നാക്കിൽ നിന്ന് മാറുന്നതിന് മുമ്പേ, നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായുന്നതിന് മുമ്പേ പുതിയൊരു ടോപ്പിക്കുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.